ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കും. കൂട്ടുപ്രതി അഹമ്മദ് മുർഷാദുമായും ലഹരി ഇടനിലക്കാരൻ സജീറുമായും നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാകും അന്വേഷണം. മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാനും പോലീസ് ഷൈനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ തസ്ലിമയെ അറിയാമെന്നും ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്നുമാണ് ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയ മൊഴി. കൂട്ടുപ്രതി അഹമ്മദ് മുർഷാദിന് 20,000 രൂപ 16-ാം തീയതി കൈമാറിയിട്ടുണ്ട്. ലഹരിയുടെ നിലക്കാരൻ സജീറുമായും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട്. ഷൈൻ ടോം ചാക്കോ നൽകിയ ഈ മൊഴികൾ കേന്ദ്രീകരിച്ചാകും കൂടുതൽ അന്വേഷണം. എറണാകുളം നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ലഹരി ഉപയോഗിക്കാനായി പ്രേരിപ്പിക്കൽ, ഗൂഢാലോചന, BNS പ്രകാരം തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളതെങ്കിലും മറ്റന്നാളത്തെ ചോദ്യം ചെയ്യൽ ഷൈനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനായി തെളിവ് ശേഖരണത്തിനായി ഉള്ളതാകും. 21-ന് ഹാജരാകണമെന്നാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച ഷൈൻ ടോം ചാക്കോയോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തനിക്ക് ലഹരി മരുന്നെത്തിക്കുന്നത് സിനിമയിലെ അസിസ്റ്റന്റുമാരെന്ന ഷൈനിന്റെ മൊഴിയും ഷൂട്ടിംഗ് സെറ്റുകളിലെ ലഹരി ഉപയോഗ വിതരണം സ്ഥിരീകരിക്കുന്നു. ജനം, കൊച്ചി.